ജീവൻ മുക്തി വിവേകം വിദ്യുത് സന്യാസ പ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. എന്താണ് പരമഹംസസ്ഥിതി? നിത്യശുദ്ധവും മഹാപുരുഷത്വവും വിശദമാക്കിക്കൊണ്ട് പരമഹംസസ്ഥിതി വെളിവാക്കുകയാണ് അഞ്ചാം സൂത്രം. മഹാപുരുഷോയച്ഛിത്തം തത് സർവദാ മയ്യേവാവസ്ഥാപയതി തസ്മാദഹം തസ്മിന്നേവാവസ്ഥിതഃ. മഹാപുരുഷൻ്റെ ചിത്തം എല്ലായ്പ്പോഴും എന്നിൽ തന്നെ സ്ഥിരമായി വർത്തിക്കുന്നു. അതുകൊണ്ട് ഞാനും അദ്ദേഹത്തിൽ സ്ഥിരമായി ഉറച്ചു നിൽക്കുന്നു എന്ന് സൂത്ര താൽപ്പര്യം. വൈദിക ജ്ഞാന കർമ്മങ്ങൾക്ക് അധികാരികളായ പുരുഷന്മാരിൽ യോഗിയായ പരമഹംസന് അത്യന്ത മഹത്വമുള്ളതുകൊണ്ടാണ് സൂത്രത്തിൽ അദ്ദേഹത്തെ മഹാപുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മഹാപുരുഷൻ തൻ്റെ ചിത്തത്തെ സദാ എന്നിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ലോകവിഷയങ്ങളിൽ ചലിച്ചു പോകാവുന്ന ചിത്തത്തെ അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് പൂർണ്ണമായി നിരോധിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് സാധ്യമാകുന്നത്. ശാസ്ത്രസിദ്ധമായ പരമാത്മാവിനെ സ്വാനുഭവപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ടാണ് ഭഗവാൻ പ്രജാപതി സൂത്രത്തിൽ എന്നിൽ എന്നിങ്ങനെ ഉത്തമ പുരുഷപദം പ്രയോഗിച്ചിരിക്കുന്നത്. പരമഹംസയോഗി എന്നിൽ തന്നെ ചിത്തമുറപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനും പരമാത്മസ്വരൂപത്തിൽ ആ യോഗിയിൽ പ്രത്യക്ഷമായി വിട്ടുപോകാതെ സ്ഥിതി ചെയ്യുന്നു. അവിദ്യയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അജ്ഞാനികളിൽ ഈ സ്ഥിതി സംഭവിക്കുന്നില്ല. തത്വജ്ഞാനികളായ യോഗിമാരിൽ പോലും ബാഹ്യചിത്തവൃത്തി പൂർണ്ണമായി നിലയ്ക്കാത്തിടത്തോളം അവയാൽ ഒട്ടൊക്കെ മറയ്ക്കപ്പെടും എന്നുള്ളതുകൊണ്ട് ഈ നിരന്തര സ്ഥിതി സാധ്യമാകുന്നില്ല. മാർഗപ്രതിപാദനം. യോഗിമാരായ പരമഹംസന്മാരുടെ മാർഗമാണല്ലോ നാരദൻ ആദ്യമായി ചോദിച്ചത്. അതിനുത്തരമാണ് ആറാമത്തെ സൂത്രം. അസൗ സ്വപുത്രമിത്ര കളത്ര ബന്ധ്വാദീൻ ശിഖായജ്ഞോപവീതേ സ്വാധ്യായം ച സർവകർമാണി സന്യസ്യായം ബ്രഹ്മാണ്ഡം ച ഹിത്വാ കൗപീനം ദണ്ഡമാച്ഛാദനം ച സ്വശരീരോപഭോഗാർത്ഥമായ ലോകസ്യോപകാരാർത്ഥമായ ച പരിഗ്രഹേത്. പരമഹംസൻ സ്വന്തം പുത്രൻ, മിത്രം, കളത്രം, ബന്ധുക്കൾ, ശിഖ, യജ്ഞോപവീതം, സ്വാധ്യായം എന്നീ എല്ലാ ലോകകർമ്മങ്ങളും വെടിഞ്ഞ് ബ്രഹ്മാണ്ഡത്തെ മുഴുവൻ മാറ്റി നിർത്തി, എന്നാൽ കൗപീനം, ആച്ഛാദനം എന്നിവ സ്വദേഹരക്ഷയ്ക്കായും ലോക ഉപകാരത്തിനായും സ്വീകരിച്ച് കഴിഞ്ഞുകൂടേണ്ടതാണ്. പരമഹംസ പദവിയിലെത്തുന്ന ഗൃഹസ്ഥനെ ഉദ്ദേശിച്ചാണ് പുത്രമിത്ര കളത്ര ബന്ധുക്കളെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത്. ഗൃഹസ്ഥനായിരിക്കെ തന്നെ പരമഹംസ പദവിയിലെത്താൻ കഴിയുമോ? ഗൃഹസ്ഥനായിരിക്കെ തന്നെ പരമഹംസ പദവിയിലെത്താൻ കഴിയുമോ? കഴിയും. ചില ഗൃഹസ്ഥന്മാർ പൂർവജന്മ സഞ്ചിത പുണ്യം കൊണ്ട് പരിപക്വമതികളായിട്ടാണ് ഈ ജന്മം ആരംഭിക്കുന്നത്. അവർ മാതാവിനോടും പിതാവിനോടും മറ്റുമുള്ള കടമകൾ നിർവഹിക്കാനായി വിവിധിഷാ സന്യാസ രൂപത്തിലുള്ള പരമഹംസ ആശ്രമം സ്വീകരിച്ചില്ലെന്നു വരാം. എങ്കിലും ശ്രവണ മനനാദി സാധനകൾ നല്ലപോലെ അനുഷ്ഠിച്ച് തത്വം ഗ്രഹിക്കും. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയും. തത്വജ്ഞാനമുണ്ടെങ്കിലും അനേകതരം ലൗകിക വൈദിക വ്യവഹാരങ്ങൾ നിമിത്തം അവരുടെ ചിത്തം വിക്ഷിപ്തമാകാനിടവരും. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ പൂർണ്ണമായ ചിത്തവിശ്രാന്തിക്കായി അവർ വിദ്വത് സന്യാസം സ്വീകരിക്കാൻ ഇടയുണ്ട്. അങ്ങനെയുള്ളവർ വിദ്വത് സന്യാസത്തിന് മുമ്പ് പുത്ര, മിത്ര, കളത്ര ബന്ധുക്കളെ ഉപേക്ഷിക്കണം എന്നാണ് സൂത്ര താത്പര്യം. നേരത്തെ തന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി വിവിധഷാ സന്യാസം സ്വീകരിച്ച തത്വജ്ഞാനമുണ്ടായ ശേഷം വിദ്വത് സന്യാസത്തിന് കൊതിക്കുന്ന യോഗിക്ക് പുത്ര, കളത്രാദി ബന്ധുക്കൾ ഇല്ലാത്തതുകൊണ്ട് അവരെ ഉപേക്ഷിക്കുക എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇവിടെ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, വിദ്വത് സന്യാസം സ്വീകരിക്കുന്ന ക്രമം എന്താണ്? വിവിധിഷാ സന്യാസം എന്ന പോലെ
പ്രൈഷമന്ത്രമുച്ചരിച്ച് വിധിപ്രകാരം സ്വീകരിക്കേണ്ടതാണോ വിദ്വത് സന്യാസവും? അതോ കീറിയമുണ്ടുപേക്ഷിക്കുന്നത് പോലെയോ ക്ലേശഭൂയിഷ്ടമായ ഗ്രാമം വെടിയുന്ന പോലെയോ ലൗകികത്യാഗം മാത്രം കൊണ്ട് നേടേണ്ടതാണോ? ആദ്യ പക്ഷം ശരിയല്ല. തത്വജ്ഞാനിക്ക് കർത്തൃത്വബോധമില്ലാത്തതുകൊണ്ട് വിധി നിഷേധങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുന്നതല്ല. തത്വജ്ഞാനിയെക്കുറിച്ചുള്ള സ്മൃതിയുടെ പ്രഖ്യാപനം നോക്കുക. ജ്ഞാനാമൃതേന തൃപ്തസ്യ കൃതകൃത്യസ്യ യോഗിനഃ നൈവാസ്തി കിഞ്ചിത് കർത്തവ്യം അസ്തി ചേന്ന സ തത്വവിത്. ജ്ഞാനാമൃത തൃപ്തനും കൃതകൃത്യനുമായ യോഗിക്ക് ഇവിടെ ചെയ്യേണ്ടതായി ഒന്നും തന്നെയില്ല. ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്നു വന്നാൽ അയാൾ തത്വജ്ഞാനി അല്ലെന്നറിയേണ്ടതാണ്. രണ്ടാമത്തെ പക്ഷവും അംഗീകാരമല്ല. കൗപീനം, ദണ്ഡനം മുതലായവ സ്വീകരിച്ചു കൊള്ളാൻ അനുവദിക്കുന്നുണ്ടല്ലോ, അതു സാരമില്ല. ജ്ഞാനിയുടെ ത്യാഗം ജ്യോതിഷ്ഠോമയാഗത്തിലെ പ്രതിപത്തി കർമ്മമെന്ന പോലെ ഉഭയരൂപമാണെന്ന് കരുതിയാൽ മതി. ജ്യോതിഷ്ഠോമയാഗത്തിൽ വ്രതനിഷ്ഠനായി കഴിയുന്നയാൾ ചൊറിച്ചിൽ തോന്നിയാൽ കൈകൊണ്ട് ചൊറിയാൻ പാടില്ല എന്ന് നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ വേണമെങ്കിൽ കൃഷ്ണമൃഗത്തിൻ്റെ കൊമ്പുകൊണ്ട് ചൊറിയാം എന്ന് വിധിയുമുണ്ട്. കൈകൊണ്ട് ചൊറിഞ്ഞാൽ സന്തതിക്ക് ദോഷം സംഭവിക്കും എന്നാണ് വിധി. കൃഷ്ണമൃഗത്തിൻ്റെ കൊമ്പ് കൊണ്ട് ചൊറിഞ്ഞാൽ വ്രതം തീരുന്നതോടെ ആ കൊമ്പ് സ്വാഭാവികമായി തന്നെ അയാൾ ഉപേക്ഷിച്ചോളും. അതുകൊണ്ട് ദോഷമൊന്നും വരാനില്ല. ഇതാണ് പ്രതിപത്തി കർമ്മം. ഇത് ലൗകികവുമാണ് വൈദികവുമാണ്. ചൊറിച്ചിൽ ലൗകികമാണ്, അതിന് അപ്രകാരത്തിൽ വേണം എന്നുള്ള വിധി വൈദികമാണ്. അതുകൊണ്ട് ഉഭയരൂപമാണ്. അതുപോലെ പരമഹംസൻ കൗപീനദണ്ഡ ആച്ഛാനാദി സ്വീകരിക്കും എന്നത് ലൗകികമെന്ന പോലെ വൈദിക വിധിയും കൂടിയാണ്. അങ്ങനെ ലൗകിക ത്യാഗം ചെയ്യുന്ന പരമഹംസൻ വേദവിധിയെ മാനിച്ച് കൗപീനാദികൾ അംഗീകരിക്കുന്നത് കൊണ്ട് ദോഷമൊന്നും വരാനില്ല. വിദ്വത് സന്യാസം പ്രതിപത്തി കർമ്മം പോലെ ലൗകിക വൈദിക ഉഭയരൂപമാണെന്ന് കരുതിയാൽ മതി. പുത്രമിത്രാദി പോലെ കൗപീനാദികൾ ചിത്തചാഞ്ചല്യത്തിന് കാരണമായി ഭവിക്കുന്നില്ല. ജ്ഞാനിയുടെ നിസ്സംഗഭാവം. വിദ്വത് സന്യാസം ലൗകിക വൈദിക ഉഭയരൂപമായിരിക്കുന്നത് പോലെ വിദ്വത് സന്യാസത്തിനു മുമ്പ് തത്വജ്ഞാനിയുടെ കർത്തൃത്വബോധം പാടെ മാഞ്ഞു പോയതായും കരുതാൻ വയ്യ. ചിതാത്മാവിൽ ആരോപിതമായിരിക്കുന്ന കർത്തൃത്വം വിദ്യ കൊണ്ട് ഇല്ലാതായി എന്നത് വാസ്തവം. എന്നാൽ ചിത് പ്രതിബിംബത്തോടു കൂടിയ അന്തഃകരണോപാധിയിൽ ആയിരക്കണക്കിന് വികാരങ്ങൾ സംഭവിക്കുമ്പോൾ കർത്തൃത്വം സ്വതസിദ്ധമായി വന്നു ചേരുന്നത് തടയാവുന്നതല്ല. പുറമേ പദാർത്ഥഭാവനയുള്ളിടത്തോളം അത് തുടരുകയും ചെയ്യും. അപ്പോൾ ജ്ഞാനാമൃത തൃപ്തനും കൃതകൃത്യനുമായ യോഗിക്ക് കർത്തവ്യമൊന്നും തന്നെ ഇല്ലെന്ന് നേരത്തെ പറഞ്ഞത് ശരിയാകാതെ പോകുമല്ലോ. ശരിയാണ്, ജ്ഞാനമുണ്ടെങ്കിലും പൂർണ്ണമായ ചിത്തവിശ്രാന്തി ഇല്ലെന്ന് വന്നാൽ തൃപ്തി വരുന്നതല്ല. പൂർണ്ണ വിശ്രാന്തിക്കായുള്ള കർത്തവ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കൃതകൃത്യത സാധ്യവുമല്ല. അപ്പോൾ തത്വജ്ഞാനിയും വിധി നിഷേധങ്ങളെ അംഗീകരിക്കുന്നു എന്ന് വന്നാൽ തത്ഫലമായ പാപപുണ്യങ്ങൾ ജന്മാന്തര ഹേതുവായി ഭവിക്കുകയില്ലേ? അങ്ങനെ വരില്ല. ജ്ഞാനിയുടെ വിധി നിഷേധാനുഷ്ഠാനങ്ങൾ തത്കാലത്തെ ചിത്തവിശ്രാന്തിയെ തടയും എന്നല്ലാതെ സഞ്ചിത പുണ്യപാപങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നില്ല. പ്രധാനമായും ചിത്തവിശ്രാന്തി പ്രതിബന്ധകമായ പ്രാരബ്ധത്തെ ഒഴിവാക്കാനാണ് ജ്ഞാനി വിധി നിഷേധങ്ങൾക്ക് വഴങ്ങുന്നത്. പ്രാരബ്ധം ഒടുങ്ങിയാൽ പൂർണ്ണമായ ചിത്തവിശ്രാന്തി കൈവരികയും ചെയ്യും. അങ്ങനെയല്ലെന്ന് വന്നാൽ ആത്മജ്ഞാന പ്രതിബന്ധങ്ങളെ അകറ്റാൻ ശ്രവണ മനനാദി വിധികൾ അനുഷ്ഠിക്കുമ്പോൾ അവയുടെ ഫലമായുണ്ടാകുന്ന പുണ്യവും ജന്മാന്തരത്തിന് ഹേതുവായി തീരുമെന്ന് പറയേണ്ടി വരും. ജ്ഞാനം ഒരിക്കലുണ്ടായാൽ പിന്നീടുള്ള വിധി നിഷേധ അനുഷ്ഠാനങ്ങളൊന്നും ജന്മാന്തര ഹേതുവായി ഭവിക്കുന്നില്ലെന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് വിവിധിഷുവിനെ പോലെ വിദ്വാനും ചില വിധി നിഷേധങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ സന്യസിക്കുന്നതിൽ ദോഷമൊന്നും വരാനില്ല. വിശേഷിച്ചും ഗൃഹസ്ഥനായ വിദ്വാനാണെങ്കിൽ നാന്ദീമുഖം, ശ്രാദ്ധം, ഉപവാസം,
ജാഗരണം ഇവയെക്കുറിച്ചുള്ള വൈദിക വിധികളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സന്യസിക്കേണ്ടതാണ്. വിദ്വത് സന്യാസത്തിൽ ശ്രദ്ധാദി കർമ്മങ്ങൾ എന്നത് ശരി തന്നെ. പക്ഷേ വിവിധിഷാ സന്യാസത്തിൽ അവ വിധിച്ചിട്ടുണ്ടല്ലോ. വിദ്വത് സന്യാസം വിവിധിഷാ സന്യാസത്തിൻ്റെ തുടർച്ചയാണ്. തുടർന്ന് വരുന്നതിൽ ആദ്യത്തേതിൻ്റെ അംശങ്ങൾ ഉൾക്കൊള്ളണം എന്നത് നിയമമാണ്. അതുകൊണ്ട് വിവിധിഷാ സന്യാസ ധർമ്മങ്ങളെല്ലാം വിദ്വത് സന്യാസത്തിലും അനുഷ്ഠേയങ്ങളാണ്. അഗ്നിഷ്ടോമത്തിൻ്റെ തുടർച്ചയാണ് അതിരാത്രം. അതുകൊണ്ട് അഗ്നിഷ്ടോമ ധർമ്മങ്ങളെല്ലാം അതിരാത്രത്തിലും വേണമെന്നാണ് നിയമം. അതുപോലെ വിവിധിഷാ സന്യാസവും വിദ്വത് സന്യാസവും. വിവിധിഷാ സന്യാസത്തിലെന്ന പോലെ വിദ്വത് സന്യാസത്തിലും പ്രൈഷമന്ത്രം ഉച്ചരിച്ച് പുത്രമിത്രാദി ത്യാഗം ഉറപ്പിക്കേണ്ടതാണ്. ആദിപദം കൊണ്ട് ഭൃത്യർ, പശു, വസ്തുവകകൾ തുടങ്ങി എല്ലാ ലൗകിക പരിഗ്രഹ വിശേഷങ്ങളും സംഗ്രഹിക്കപ്പെടുന്നു. സൂത്രത്തിൽ സ്വാധ്യായം ത്യജിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വേദാർത്ഥ നിർണയത്തിന് ഉപകരിക്കുന്ന പദവാക്യ പ്രമാണ ശാസ്ത്രങ്ങളും വേദവിഷയങ്ങളെ വിസ്തരിച്ചു കാണിക്കുന്ന ഇതിഹാസ പുരാണങ്ങളും എല്ലാം ത്യജിക്കണം എന്നാണ് അതിൻ്റെ താത്പര്യം. ഔത്സുക്യം ശമിപ്പിക്കാൻ മാത്രം ഉപകരിക്കുന്ന കാവ്യ നാടകാദി ഗ്രന്ഥങ്ങളുടെ കഥ വിശേഷിച്ചു പറയേണ്ടതില്ലല്ലോ. സർവകർമ്മങ്ങളും ഉപേക്ഷിക്കണം എന്നിടത്തെ സർവപദം കൊണ്ട് ലൗകിക, വൈദിക, നിത്യ, നൈമിത്തിക, കാമ്യ കർമ്മങ്ങളെല്ലാം സംഗ്രഹിക്കപ്പെടുന്നു. പുത്രാദിയെ ത്യജിക്കുന്നതുകൊണ്ട് ഐഹിക ഭോഗത്തെ ത്യജിക്കുന്നു. സർവകർമ്മത്യാഗം കൊണ്ട് ചിത്തവിക്ഷേപത്തിന് കാരണമായ പരലോക ഭോഗവും ഒഴിവാക്കുന്നു. ബ്രഹ്മാണ്ടത്തെ ത്യജിക്കാൻ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാണ്ട സാക്ഷാത്കാരത്തിനുതകുന്ന വിരാട് രൂപ ഉപാസനയും ഉപേക്ഷിക്കണമെന്ന് കാണിക്കാനാണ്. അതുപോലെ പ്രാണസാക്ഷാത്കാരത്തിന് സഹായിക്കുന്ന ഹിരണ്യഗർഭോപാസനയും തത്വജ്ഞാന ഹേതുക്കളായ ശ്രവണാദിയും ത്യജിക്കണമെന്ന് കാണിക്കാനാണ് സമുച്ചയാർത്ഥകമായ ചകാരം സൂത്രത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. പുത്രധനാദിയിൽ തുടങ്ങി ഹിരണ്യഗർഭോപാസന വരെയുള്ള ഇഹലോക പരലോക സുഖങ്ങളെല്ലാം പ്രൈഷമന്ത്രം ഉച്ചരിച്ച് ഉപേക്ഷിച്ചാൽ വിദ്വത് സന്യാസിക്ക് തുടർന്ന് കൗപീനവും ദണ്ഡവും ആച്ഛാദനവും അംഗീകരിക്കാവുന്നതാണ്. ആച്ഛാദനം ച എന്നിടത്ത് സമുച്ചയാർത്ഥകമായ ചകാരം ചേർത്തിരിക്കുന്നതുകൊണ്ട് പാതുക തുടങ്ങി ചിലതുകൂടി വേണമെങ്കിൽ അംഗീകരിക്കാമെന്ന താത്പര്യം സ്മൃതിയും സമ്മതിച്ചിട്ടുണ്ട്. ശരീരോപഭോഗത്തിനായി ഇവ അംഗീകരിക്കാമെന്നാണല്ലോ പറഞ്ഞത്. എന്താണ് ശരീരഭോഗം? കൗപീനം കൊണ്ട് ലജ്ജാനിവൃത്തി, ദണ്ഡം കൊണ്ട് ഗോസർപ്പാദ്യുപദ്രവ നിവൃത്തി, ആച്ഛാദനം കൊണ്ട് ശീതപരിഹാരം, പാതുകാദി കൊണ്ട് അശുദ്ധ ദേശ സ്പർശ പരിഹാരാദി ഊഹിക്കാവുന്നതാണ്. ഇവ സ്വീകരിക്കുന്നത് കൊണ്ട് ലോകോപകാരവും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ് ലോകോപകാരം? ദണ്ഡാച്ഛാദനാദി ലക്ഷണങ്ങൾ കാണുന്നതോടെ വിദ്വത് സന്യാസിയുടെ ഉത്തമാശ്രമസ്ഥിതി ലോകർക്ക് ബോധ്യപ്പെടും. തുടർന്ന് ഉചിതമായി അദ്ദേഹത്തെ അഭിവന്ദനം ചെയ്യുന്നതുകൊണ്ടും ഭിക്ഷാദി ദാനം കൊണ്ടും മറ്റുള്ളവർക്ക് സുകൃതം സിദ്ധിക്കുന്നതാണ്. ആശ്രമോചിതമായ ശിഷ്ടാചാര നിർവഹണവും സാധ്യമായിത്തീരുന്നു. സമൂഹ ജീവിതത്തിൽ ആനുകൂല്യം സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണ് കൗപീനാദി സ്വീകരിക്കാമെന്ന് പറഞ്ഞത്. അല്ലാതെ വിദ്വത് സന്യാസത്തിൽ കൗപീനാദി സ്വീകാര്യം മുഖ്യ നിയമമായി കരുതരുത്. 7-ാം സൂത്രം ഇക്കാര്യം വെളിപ്പെടുത്തുന്നു. തച്ച ന മുഖ്യോസ്തി എന്നാണ് സൂത്രം. അതാകട്ടെ പ്രധാനമല്ല എന്നർത്ഥം. കൗപീനാദി പരിഗ്രഹം എന്ന് പറയുന്നത് യോഗിയായ പരമഹംസന് മുഖ്യമായ നിയമമല്ല. വേണമെങ്കിലാകാമെന്നേയുള്ളൂ. വിവിധിഷാ സന്യാസിക്ക് ദണ്ഡഗ്രഹണം മുഖ്യമാണ്. വിവിധിഷാ സന്യാസിക്ക് ദണ്ഡമില്ലാതെ സഞ്ചരിക്കരുത് എന്ന് സ്മൃതി പ്രത്യേകം അനുശാസിക്കുന്നു. ദണ്ഡമില്ലാതെ എപ്പോഴെങ്കിലും സഞ്ചരിക്കാൻ ഇടയായാൽ പ്രായശ്ചിത്തമായി 100 പ്രാണായാമം അനുഷ്ഠിക്കേണ്ടതാണെന്നും സ്മൃതി അനുശാസിക്കുന്നു. അപ്പോൾ യോഗിയായ പരമഹംസൻ്റെ മുഖ്യ ആചാരം എന്താണ്? ഈ ചോദ്യവും അതിനു മറുപടിയുമാണ് 8-ാം സൂത്രം. പരമഹംസൻ്റെ മുഖ്യ ആചാരം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.